ചെന്താമര ഇനിയും പുറത്തിറങ്ങുമോ? ഇനിയും ചെന്താമരയ്ക്ക് ജാമ്യം ലഭിക്കുമോ? പരോൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇനിയും ചെന്താമര കുറ്റകൃത്യം ആവർത്തിക്കുമോ? ഹിറ്റ് ലിസ്റ്റിലുള്ളവരെ കൂടി തീർക്കുമോ? പരോൾ ലഭിക്കാൻ സാധ്യതയുണ്ടോ? എന്ത് ശിക്ഷയായിരിക്കും ചെന്താമരയ്ക്ക് ലഭിക്കുക? നാട്ടുകാരുടെ സംശയങ്ങളെല്ലാം ഇതാണ്. ആ സംശയങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് ഒരു മറുപടി നൽകുന്നു. ശ്യാം ദേവരാജ് വിശദീകരിക്കുന്നു. ശ്യാം, മറുപടി. ഒരു കൊടും ക്രിമിനലാണ്. 3 കൊലപാതകങ്ങൾ നടത്തിയ ആളാണ്. ഒന്ന് 5 വർഷം മുമ്പ് ഒരു കൊലപാതകവും തൊട്ടുപുറത്ത് ബന്ധുക്കളായ മറ്റ് രണ്ടുപേരെ ഇരട്ട കൊലപാതകത്തിന് വിധേയനാക്കിയ ആളും കൂടിയാണ്. അതൊരു സ്ഥിരം കുറ്റവാളിയാണ് എന്നതാണ് നിയമത്തിന്റെ ഭാഷയിൽ നമുക്ക് പറയാൻ. അതായത് 3 കൊലപാതകങ്ങൾ നടത്തുന്ന ഒരാൾ സ്ഥിരം കുറ്റവാളിയല്ലാതെ മറ്റൊന്നുമല്ല. അയാളൊരു സ്ഥിരം കുറ്റവാളിയാണ്. അത് ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്. അങ്ങനെ ഇനിയും ഒരുപക്ഷെ ചെന്താമര ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പുറത്തിറങ്ങിയാൽ, ഒരു ജാമ്യം നേടി പോലും പുറത്തിറങ്ങിയാൽ ചെന്താമര വീണ്ടും കൊലപാതകം നടത്തില്ല, അല്ലെങ്കിൽ സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കില്ല എന്ന് ഒരു ഘട്ടത്തിലും നമുക്ക് വിലയിരുത്താനോ അങ്ങനെ ചിന്തിക്കാനോ കഴിയില്ല. ചെന്താമരയെ സംബന്ധിച്ച് നിലവിൽ അയാൾ റിമാൻഡിലാണ്. റിമാൻഡിൽ കഴിയുന്ന കാലയളവിൽ, റിമാൻഡിൽ ശേഷം സാധാരണഗതിയിൽ ജാമ്യാപേക്ഷയാണ് നൽകുക. ആ ജാമ്യാപേക്ഷ നൽകുമ്പോൾ നേരത്തെ ഒരു കൊലപാതക കേസിൽ ജാമ്യം നൽകുകയും ആ ജാമ്യ വ്യവസ്ഥ ലംഘിക്കുകയും ചെയ്ത ആളാണ് ചെന്താമര. ഈ നെന്മാറ പഞ്ചായത്തിൽ നേരത്തെ കൊല്ലപ്പെട്ട സജിതയുടെ വീടിന്റെ പരിസരത്തേക്ക് വരരുത് എന്ന് ജാമ്യവ്യവസ്ഥ കർശനമാക്കി ഒരു ജാമ്യവ്യവസ്ഥ ഏർപ്പെടുത്തിയിരുന്നു സെഷൻസ് കോടതി. അത് ലംഘിച്ച് ഈ വീടിന് സമീപത്ത് താമസിക്കുകയും സജിതയുടെ ബന്ധുക്കളായ സുധാകരനെയും ലക്ഷ്മിയെയും കൊലപ്പെടുത്തുകയും കൂടി ചെയ്തു ചെന്താമര. അതുകൊണ്ട് തന്നെ ഇനി അത്തരമൊരു പ്രതിക്ക് ജാമ്യം നൽകുമ്പോൾ പോലും അക്കാര്യത്തിലൊരു ആശങ്ക വേണം. സ്വാഭാവികമായി അത് കോടതിയുടെ മനസ്സിൽ അത് ആ ആശങ്ക ഉണ്ടാവുകയും ചെയ്യും. അതിനപ്പുറത്തേക്ക് വധശിക്ഷയുടെ കാര്യമാണ്. വധശിക്ഷ എന്നത് ഈ നടപടിക്രമങ്ങൾക്ക് അപ്പുറത്തേക്ക് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് സെഷൻസ് കോടതിയിലാണ് അതിൽ വിചാരണ നടക്കുക. സെഷൻസ് കോടതി അക്കാര്യത്തിൽ വധശിക്ഷ ഇതൊരു അപൂർവമായ കൊലപാതകമാണ് എന്നും വധശിക്ഷ നൽകേണ്ട കേസാണ് എന്നും കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിന് വധശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു ഇരട്ട കൊലപാതകം എന്നത്, ഈ രീതിയിൽ ക്രൂരമായ നടത്തിയ കൊലപാതകം എന്നത് നമ്മുടെ പോലും മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകമായി തന്നെയാണ് നമ്മളെല്ലാം വിലയിരുത്തുന്നത്. കോടതി കൂടി ആ രീതിയിൽ വിലയിരുത്തി കഴിഞ്ഞാൽ ചെന്താമരയ്ക്കും വധശിക്ഷ ലഭിക്കും. മറ്റേതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ചെന്താമരയ്ക്ക് ശിക്ഷാ ഇളവ് ലഭിക്കുമോ എന്നതാണ്. അങ്ങനെ ശിക്ഷാ ഇളവ് ലഭിക്കാനുള്ള, കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി 3 ഈ അപ്പീലുകളൊക്കെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ തള്ളി അതിനപ്പുറത്തേക്ക് 1-2 പതിറ്റാണ്ടുകൾക്കപ്പുറത്തായിരിക്കും അത്തരമൊരു കാര്യം പോലും ഒരുപക്ഷെ പരിഗണനയ്ക്ക് വരിക. അങ്ങനെ പരിഗണനയ്ക്ക് വന്നാലും ആ സാഹചര്യം അനുസരിച്ചായിരിക്കണം സർക്കാർ തീരുമാനമെടുക്കേണ്ടത്. അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ പോലും ഈ നിലവിലെ സാഹചര്യം അനുസരിച്ച്, അല്ലെങ്കിൽ 3 പേരെ കൊലപ്പെടുത്തിയ ഒരു പ്രതിക്ക് പിന്നീട് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ശിക്ഷാ ഇളവ് ലഭിക്കുമെന്ന് പോലും നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. അതായത് ജയിലിൽ ഇടിഞ്ഞു വീണാലും ചെന്താമര ഇനി പുറത്തിറങ്ങും എന്ന ഒരു ആശങ്കയെ വേണ്ട. അങ്ങനെ പുറത്തിറങ്ങില്ല. നാട്ടുകാർക്ക് പോലും അത്തരമൊരു ആശങ്ക മനസ്സിൽ സൂക്ഷിക്കേണ്ടതില്ല. ഓക്കെ, ചുരുക്കത്തിൽ ചെന്താമര വെളിച്ചം കാണില്ലെന്നർത്ഥം. ഹബീച്വൽ ഒഫൻഡറാണ്. ജാമ്യവ്യവസ്ഥ ലംഘിച്ച് ഇരട്ടക്കൊലപാതകം വീണ്ടും നടത്തിയിരുന്നു. പുറത്തുവിട്ടാൽ സമൂഹത്തിന് ഭീഷണിയാണ്. അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യങ്ങളാണ്.